السلام عليكم ورحمة الله وبركاته. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പരിശുദ്ധമായ സുബഹി ജമാഅത്ത് നമ്മൾ സ്വീകരിക്കട്ടെ. ഇങ്ങനെ ഒരുപാട് ജമാഅത്തുകൾ പങ്കുകൊള്ളാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. قال النبي صلى الله عليه وسلم يقول അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് സഹാബാക്കളെ പഠിപ്പിക്കുമായിരുന്നു, إذا وضعت الجنازة فاحتملها الرجال على أعناقهم. ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ ആ വ്യക്തിയെ ചുമന്ന് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ, മറവ് ചെയ്യാൻ കൊണ്ടുപോകുമ്പോ, ആ വ്യക്തി, ആ മരിച്ച വ്യക്തി, ആ മയ്യത്ത് കട്ടിൽ കിടക്കുന്ന വ്യക്തി സാലിഹായ മനുഷ്യനാണെങ്കിൽ ആ വ്യക്തി പറയും അത്രേ, ഖദ്ദിമൂനി, എന്നെ നിങ്ങൾ വേഗം കൊണ്ടുപോകണമെന്ന്. അപ്പോ ആ വ്യക്തി നല്ല മനുഷ്യനാണെങ്കിൽ, ജീവിതത്തിൽ നന്മകൾ ചെയ്ത മനുഷ്യനാണെങ്കിൽ മയ്യത്ത് കട്ടിൽ കിടന്നിട്ട് തന്നെ പറയുന്ന, ഖദ്ദിമൂനി, എന്നെ നിങ്ങൾ വേഗം കൊണ്ടുപോകണേ, വേഗം കൊണ്ടുപോകണേ എന്ന്. വീണ്ടും റസൂലുള്ളാഹി പറയുന്നു, വൈകാനത ഗൈറ സാലിഹത്തി, ഇനി ആ മയ്യത്ത് കട്ടിൽ കിടക്കുന്ന വ്യക്തി സാലിഹല്ലാത്ത മനുഷ്യനാണ്, അഥവാ ജീവിതത്തിൽ നന്മൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ, കാലത്തിലെ അഹലിഹ, ആ കൊണ്ടുപോകുന്ന ആളുകളോട് ആ മയ്യത്ത് വിളിച്ചു പറയും, യാ വൈലഹ, എന്റെ നാശമേ, അയ്ന തദ്ഹബൂന ബിഹാ, എവിടേക്കാണ് നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നത്? യസ്മഉ സൗതഹാ കുല്ലു ശൈഇൻ ഇല്ലൽ ഇൻസാൻ, ആ മയ്യത്ത് വിളിച്ചു പറയുന്ന ആ വിളിയാളം എല്ലാ വസ്തുക്കളും, ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളും കേൾക്കുന്ന, ഇല്ലൽ ഇൻസാന, മനുഷ്യന് അല്ലാഹു കേൾപ്പിക്കൂല. വലൗ സമിഅൽ ഇൻസാനു ലസഇക, ഇനി ആ മയ്യത്ത് കട്ടിൽ കിടക്കുന്ന ആ വ്യക്തി ഇങ്ങനെ വിളിച്ചു പറയുന്ന ആ അട്ടഹാസം, എന്നെ നിങ്ങൾ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞുള്ള ആ വിലാപം, അത് മനുഷ്യൻ അല്ലാഹു കേൾപ്പിക്കുകയാണെങ്കിൽ ലസഇക, ആ മനുഷ്യൻ ബോധം കെട്ട് വീഴുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കും. അല്ലാഹു തആല ഒരുപാട് നന്മകൾ ചെയ്ത് സ്വാലിഹായ മനുഷ്യന്മാർക്ക് അല്ലാഹു നൽകുന്ന വലിയ അനുഗ്രഹം നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. അതിന്റെ ഒക്കെ ഭാഗമായി നമ്മുടെ ഈ പരിശുദ്ധമായ സുബഹി ജമാഅത്ത് നമ്മൾ കബൂൽ ചെയ്യട്ടെ. വൻ ആയിഷ റളിയല്ലാഹു അൻഹ അന്ന റജുലൻ ഖാല ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഒരു വ്യക്തി വന്നിട്ട് പറയാ, എന്റെ ഉമ്മി ഉഫ്തുലിതത് നഫ്സുഹ, എന്റെ ഉമ്മ പെട്ടെന്ന് മരിച്ചുപോയി നബിയെ. ഞാൻ അഭിപ്രായപ്പെടുന്നു, എന്റെ ഉമ്മ മരിക്കുന്ന സമയത്ത് വർത്തമാനം പറയാൻ കഴിയുമായിരുന്നെങ്കിൽ എന്റെ ഉമ്മ സദഖ ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് എനിക്കൊരു എന്റെ മനസ്സ് പറയുന്നുണ്ട് എന്ന് ആദരവായ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാ. അതുകൊണ്ട് നബിയെ, ഞാൻ എന്റെ ഉമ്മാന്റെ പരലോക ഗുണത്തിന് വേണ്ടി സദഖ ചെയ്താൽ അള്ളാഹു എന്റെ ഉമ്മാക്ക് അതിന്റെ പ്രതിഫലം നൽകുമോ എന്ന് ആ സ്വഹാബി ചോദിക്കുമ്പോ, കാല, അള്ളാന്റെ റസൂല് പറഞ്ഞു, നഅം, അതിന്റെ പ്രതിഫലം അതിന്റെ ഉമ്മാക്ക് ലഭിക്കുമെന്ന് മുത്തനബി തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ മരിച്ചുപോയ എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. റഹ്മാനായ റബ്ബേ, അല്ലാഹു ഞങ്ങളുടെ ഇബാദത്തുകളൊക്കെ കബൂൽ ചെയ്യണം തമ്പുരാനെ. അല്ലാഹുവേ, പടച്ചവനെ, ഒരുപാട് നിന്നെ ഓർത്തുകൊണ്ടുള്ള ആരോഗ്യത്തോടുള്ള ദീർഘായുസ് ഞങ്ങൾക്ക് ബന്ധപ്പെട്ട് എല്ലാവർക്കും നൽകണം റഹ്മാനെ. ഞങ്ങൾക്ക് നൽകിയതിലൊക്കെ ഖൈറും ബറക്കത്തും ഏറ്റി നൽകണം തമ്പുരാനെ. മരിച്ചുപോയപ്പോൾ പ്രതിഫലം ലഭിക്കാൻ വേണ്ടി നമ്മളെ ക്യാൻറ്റീനിലേക്ക് ഒരുപാട് ആളുകൾ സംഭാവനകൾ ചെയ്യുന്നു റഹ്മാനെ. ചെയ്തവരുടെ എല്ലാവരുടെയും സംഭാവന കബൂൽ ചെയ്യണം തമ്പുരാനെ. അതിന്റെ ഒക്കെ പ്രതിഫലം അവരിൽ നിന്ന് മരിച്ചുപോയവരിലേക്ക് എത്തിച്ചു കൊടുക്കണം തമ്പുരാനെ. പകരമായി സ്വർഗീയമായ ഭക്ഷണവും ആനന്ദവും അനുഭൂതികളും അവർക്ക് നൽകണം റഹ്മാനെ. ഞങ്ങൾ മരിച്ചവർ, ഞങ്ങളെ ചുറ്റും മറവട്ടെടുക്കുന്നവർ എല്ലാവർക്കും സ്വർഗീയമായ ജീവിതം നൽകണം റഹ്മാനെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും.